ആരും അത്രയ്ക്ക് നെകളിക്കൊന്നും വേണ്ട. മാസായതുകൊണ്ട് ഞങ്ങൾ തന്നെ ജയിക്കും. നമ്മുടെ ഷോ മാത്രം മതി അച്ഛാ നമുക്ക് ജയിക്കാൻ. ഇവിടെ ആരും ജയിക്കാനൊന്നും പോകുന്നില്ല. വിദ്യാർത്ഥികൾക്ക് വിവരമുണ്ട്. അതിന് കഴിഞ്ഞ വർഷം ഞങ്ങൾ തന്നെയല്ലേ ജയിച്ചത്? കഴിഞ്ഞ വർഷം ജയിച്ചത് എങ്ങനെയാണെന്ന് അറിയാലോ. എന്നിട്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ചെയ്തോ നിങ്ങൾ? മാനിഫെസ്റ്റോ അതൊക്കെ ഞങ്ങളുടെ ഒരു നമ്പർ അല്ലേ. ഇതിലും വലുത് ഞങ്ങളുടെ നേതാക്കന്മാർ പറയാറുണ്ട്. അച്ഛാ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തുടർച്ചയായി 3 വർഷം യൂണിയൻ കിട്ടി. എന്നിട്ട് ഞങ്ങൾ എന്തെല്ലാം ചെയ്തെന്നറിയോ അച്ഛന്? അതിന് അവരെന്തൊക്കെയാ ചെയ്തതെന്ന് അറിയാവോ അച്ഛന്? കോളേജിലെ പുല്ല് വെട്ടിന്നും മുറ്റം തൂത്തുന്നൊക്കെയാ അവര് പറയുന്നത്. 3 വർഷമായിട്ട് അവർ ഇതൊക്കെ തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വായും പൊളിച്ചോണ്ടിരുന്നാ മതി. അമ്മയ്ക്കറിയോ, വിദ്യാർത്ഥികളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ നിങ്ങളങ്ങ് ജയിക്കാൻ പോവല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ ഈ ഷോ കാണിക്കുന്നേ? ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയല്ലേ. ഞങ്ങൾ സ്പോർട്സ് നടത്തുമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? അതുപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലും. കൾട്ടവയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. കൾട്ടവ ഒരു ആക്കി തന്നില്ലേ? കൾട്ടവയ്ക്ക് എന്തായിരുന്നടാ കുഴപ്പം? ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാത്തവരുടെ തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്കേ, ഞാൻ പറയാം. കൾട്ടയിൽ എന്തു സംഭവിച്ചു? ന്യൂട്രൽ ബാനർ നടത്താമെന്ന് പറഞ്ഞ് മുഴുവൻ വിദ്യാർത്ഥികളെയും പറ്റിച്ചില്ലേ? അതും മാനിഫെസ്റ്റോയിലെ ഫസ്റ്റ് പോയിന്റ്. ഇനിയും ചോദിക്കേ, പറയാം. സ്പോർട്സിൽ എന്ത് സംഭവിച്ചു? സ്പോർട്സിനെ കുറിച്ചൊന്നും പറയരുത്, അതെനിക്കിഷ്ടമല്ല. ഇപ്പൊ നടത്തുമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ വെറുതെ പറ്റിച്ചില്ലേ നിങ്ങൾ? സ്പോർട്സിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ഉച്ചരിച്ച് എന്ത് ചെയ്യും? ഉച്ചരിച്ച് നോക്ക്, അപ്പൊ കാണാം. വേണ്ടച്ച, വയറ് നിറഞ്ഞു.